So the next topic is handoff or handover. Handoff or handover is the process of handover the user to a new frequency. അപ്പോൾ യൂസറിന് ഒരു പുതിയ ഫ്രീക്വൻസി അലോട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹാൻഡ് ഓഫ് ഓർ ഹാൻഡ് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്, എപ്പോഴാണ് നമുക്ക് ഹാൻഡ് ഓഫ് അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ഒക്കർ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. So when a mobile user is when mobile user is in conversation and the user is moving from one base station to another, then we have to allot a new frequency in the new cell. സിംപ്ലി പറയുവാണെങ്കിൽ ഒരു യൂസർ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ സെല്ലിലോട്ട് പോവുകയാണ്. അതായത് ബേസ് സ്റ്റേഷൻ 1 നിൽക്കുന്ന ഒരു യൂസർ ബേസ് സ്റ്റേഷൻ 2 മൂവ് ചെയ്യുവാണ്. ബേസ് സ്റ്റേഷൻ 1 ആ യൂസറിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി F1 ആയിരിക്കും അലോട്ട് ചെയ്തിട്ടുള്ളത്. ന്യൂ സെൽ BS2 അത് സെൽ 2 എന്തുണ്ടാവത്തില്ല, ഈ F1 എന്ന് പറയുന്ന ഫ്രീക്വൻസി ഉണ്ടാവത്തില്ല. സോ വി ഹാവ് ടു അലോട്ട് എ ന്യൂ ഫ്രീക്വൻസി ടു ദ യൂസർ ബിഫോർ ദ കോൾ ഈസ് ടെർമിനേറ്റഡ്. നമ്മൾ ഒരു ബേസ് സ്റ്റേഷനിൽ നിന്ന് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, സിഗ്നൽ സ്ട്രെങ്ത് കുറയും. സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞ് ആ കോള് കട്ടാകുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, യൂസറിന് പുതിയ ഫ്രീക്വൻസി അലോട്ട് ചെയ്ത് കൊടുക്കണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹാൻഡ് ഓഫ് അല്ലെങ്കിൽ ഹാൻഡ് ഓവർ എന്ന് പറയും. സോ if a mobile user moves to the coverage area of another base station, the radio link to the old base station is eventually disconnected. പഴയ ബേസ് സ്റ്റേഷനിലുള്ള റേഞ്ച് എന്താവും, കട്ടാവും. ആൻഡ് ദ റേഡിയോ ലിങ്ക് ടു ദ ന്യൂ ബേസ് സ്റ്റേഷൻ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ടു കണ്ടിന്യൂ ദ കൺവെർസേഷൻ. സോ ദ പ്രോസസ് ഈസ് റെഫേർഡ് ടു ആസ് ഹാൻഡ് ഓഫ് ഓർ ഹാൻഡ് ഓവർ. അതിനു മുന്നേ ഒരു കാര്യം കൂടെ നമ്മൾ പറയുന്നുണ്ട്. വെൻ എ മൊബൈൽ യൂസർ ഈസ് എൻഗേജ് ഇൻ ദ കോൺവെർസേഷൻ, ദ മൊബൈൽ സ്റ്റേഷൻ ഈസ് കണക്റ്റഡ് ടു ബേസ് സ്റ്റേഷൻ വയ റേഡിയോ ലിങ്ക്. നമ്മൾ പഠിച്ചു, ഒരു ഹെക്സഗണൽ ഷേപ്പിലിരിക്കുന്ന ഒരു സെൽ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു ആൻറ്റിന ഉണ്ട്. ഇത് ബേസ് സ്റ്റേഷൻ 1 ആണ്. ഈ ബേസ് സ്റ്റേഷൻ, ഈ ആൻറ്റിനയാണ് ഈ യൂസറിനെ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇരിക്കുന്ന യൂസറിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി അലോട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഈ യൂസർ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് നെക്സ്റ്റ് എന്തിലോട്ട് പോവാണ്, ഹെക്സഗണിലോട്ട് പോവാണ്. നോട്ട് ഹെക്സഗൺ, ഇറ്റ് ഈസ് എ സെൽ. ന്യൂ സെല്ലിലേക്ക് പോവാണ്. അപ്പോൾ നോക്കിയേ, ഈ ആൻറ്റിനയുടെ ഈ ബേസ് സ്റ്റേഷനിലുള്ള സിഗ്നൽ സ്ട്രെങ്ത് എന്താവാൻ തുടങ്ങും, വീക്ക് ആവും. കാരണം ഇതിന് ഈ ബേസ് സ്റ്റേഷന് അല്ലെങ്കിൽ ഈ ഒരു ആൻറ്റിനയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള റേഞ്ച് എവിടെ ഉണ്ടാവത്തുള്ളൂ, ഈ ഒരു സെല്ലിനുള്ളിലേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ യൂസർ ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്നുള്ള സിഗ്നൽ സ്ട്രെങ്ത് കുറയും. കുറഞ്ഞ് സിഗ്നൽ സ്ട്രെങ്ത് കട്ടാവുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ഈ പുതിയ സെല്ലിലുള്ള ഒരു ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്യണം, അലോട്ട് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഈ ആൻറ്റിനയ്ക്ക് എന്ത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു സെല്ലിലുള്ള കാര്യം മാത്രമേ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ദിസ് ഫ്രീക്വൻസി ഹാൻഡ് ഓഫ് ഓർ ഹാൻഡ് ഓവർ will be handled by the mobile switching center. So this mobile switching center is the controller which will control the different base stations. അതായത് നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് ഹെക്സഗൺസ് പറയുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഹെക്സഗൺസ് ആണെന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ. ഞാൻ ഡിഫറെൻറ്റ് ഹെക്സഗൺസ് കൺസിഡർ ചെയ്യുകയാണ്. ഈ കുറേ അധികം ഹെക്സഗൺസിൽ അല്ലെങ്കിൽ കുറേ അധികം ബേസ് സ്റ്റേഷനിൽ, ഇതെല്ലാം ബേസ് സ്റ്റേഷൻ 1, ദിസ് ഇസ് ബേസ് സ്റ്റേഷൻ 2, 3, 4, അങ്ങനെ അടുത്തുള്ള കുറേ അധികം ബേസ് സ്റ്റേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും, ഒരു മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ ആണ്. ഓക്കെ, ഒരു ബേസ് സ്റ്റേഷൻ ആ ഒരു റീജിയൻ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ബേസ് സ്റ്റേഷനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്, മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ ആണ്. സോ ഒരു യൂസർ ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലോട്ട് മൂവ് ചെയ്യുമ്പോൾ, സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ആൻറ്റിന അല്ലെങ്കിൽ ബേസ് സ്റ്റേഷൻ എന്താ ചെയ്യുന്നത്, മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററിനെ ഇൻഫോം ചെയ്യും, സിഗ്നൽ സ്ട്രെങ്ത് ഈസ് ഡിക്രീസിങ്. സോ ഇഫ് ദ സിഗ്നൽ സ്ട്രെങ്ത് ഈസ് ഡിക്രീസിങ്, ദ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ വിൽ ചെക്ക് the user is moving to whether this base station or in this base station or in another base station. നൈബറിംഗ് ആയിട്ടുള്ള ഏത് ബേസ് സ്റ്റേഷനിലോട്ടാണ് യൂസർ മൂവ് ചെയ്യുന്നതെന്ന് അറിയണം. ഒരു സെല്ലിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും ടോപ്പിലും എല്ലാം വേറെ വേറെ സെൽസ് ഉണ്ടാവും. അപ്പോൾ ഇതിലേത് സെല്ലിലോട്ടാണ് യൂസർ മൂവ് ചെയ്യുന്നതെന്നുള്ള മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ ചെക്ക് ചെയ്യും. എന്നിട്ട് മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ എന്ത് ചെയ്യും, ഏത് സ്റ്റേഷനിലോട്ടാണോ മൂവ് ചെയ്യുന്നത് അവിടെ എന്ത് ചെയ്യും, ഒരു പുതിയ ഫ്രീക്വൻസി അലോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യും,
ഇൻഫോം ചെയ്യും. സോ ദ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ will handle the frequency handoff or handover, or mobile switching center will take the initiative to provide new frequency in the new cell. Okay, so അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെ നോക്കിയേ, the user is moving from base station 1 to base station 2. While moving from base station 1 to base station 2, the mobile station or the user have the signal strength decreasing. സിഗ്നൽ സ്ട്രെങ്ത് എന്ത് ചെയ്യുവാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് സിഗ്നൽ സ്ട്രെങ്ത് കുറയുവാണ്. അപ്പോൾ അങ്ങനെ കുറഞ്ഞു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ ഉണ്ട്. ആ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ ആരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഈ ബേസ് സ്റ്റേഷനെയും ഈ ബേസ് സ്റ്റേഷനെയും ഇനി അപ്പുറത്തൊക്കെയുള്ള കുറേ ബേസ് സ്റ്റേഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഇയാളാണ്. അപ്പോൾ സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞു തുടങ്ങുമ്പോൾ MSCക്ക് മനസ്സിലാവും സിഗ്നൽ സ്ട്രെങ്ത് ഈസ് ഡിക്രീസിങ് ഓർ ദ യൂസർ ഈസ് മൂവിങ്. ദെൻ ദ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ നോക്കിയപ്പോൾ എങ്ങോട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്, ബേസ് സ്റ്റേഷൻ 2-ലോട്ട്. സോ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ എന്ത് ചെയ്തു, ഈ ബേസ് സ്റ്റേഷനോട് ഇൻഫോം ചെയ്തു ഒരു പുതിയ യൂസർ വരുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യാനായിട്ട്, ഒരു പുതിയ ഫ്രീക്വൻസി അലോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇപ്പുറത്തോട്ട് പോയപ്പോഴത്തേക്കും ഈ ഫ്രീക്വൻസീനെ കട്ട് ചെയ്തു, ഒരു പുതിയ ഫ്രീക്വൻസി എന്ത് ചെയ്തു, ഇവിടെ അലോട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, സച്ച് ഹാൻഡ് ഓഫ് പ്രോസസ് ഈസ് നോൺ ആസ് ഫ്രീക്വൻസി ഹാൻഡ് ഓഫ് ഓർ ഹാൻഡ് ഓവർ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒരു പിക്ചർ വൈസ് ഒരു സിഗ്നൽ സ്ട്രെങ്തിൻ്റെ ബേസിൽ എന്ത് ചെയ്യുവാണ്, ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുവാണ്. സോ ദ യൂസർ ഈസ് മൂവിങ് ഫ്രം ബേസ് സ്റ്റേഷൻ 1 to base station 2. Here you can see the x-axis is time and y-axis is signal strength. So with respect to time, as the time is changing, the user is moving from base station 1 to base station 2. As the user is moving away from base station 1, here you can see the signal strength is decreasing. Signal strength എന്ത് ചെയ്യുവാണ്, ഡിക്രീസ് ചെയ്ത് പോരുവാണ്. അപ്പോൾ സിഗ്നൽ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്ത് എപ്പോഴാണ് ഹാൻഡ് ഓഫ് നടക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. സിഗ്നൽ സ്ട്രെങ്ത് കുറയുന്നു എന്ന് എനിക്കറിയാം. സോ വി വിൽ സെറ്റ് എ ത്രെഷോൾഡ് വാല്യൂ വെയർ when the signal strength decreases to that particular threshold value, the frequency handoff should take place. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഡോട്ടഡ് ലൈനാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, ത്രെഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത്. സിഗ്നൽ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്ത് ആ ഒരു ത്രെഷോൾഡ് വാല്യൂയിൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഹാൻഡ് ഓഫ് ചെയ്തു, ബേസ് സ്റ്റേഷൻ 2-ലോട്ട് പുതിയ ഫ്രീക്വൻസി അലോട്ട് ചെയ്തു. അന്നേരം എന്ത് ചെയ്തു, സിഗ്നൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അഗെയിൻ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. സോ അപ്പോൾ എന്ത് ചെയ്തു, പ്രോപ്പർ ഹാൻഡ് ഓഫ് ഇവിടെ നടന്നു. സോ ഇൻ ദ സെയിം ടൈം ഒരു പ്രോപ്പർ ഹാൻഡ് ഓഫ് നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ നോക്കിയാൽ സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞു വരുവാണ്, പക്ഷേ ഹാൻഡ് ഓഫ് നടന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, കോൾ അവസാനം ടെർമിനേറ്റ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ പ്രോപ്പർ ഹാൻഡ് ഓഫ് നടന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു കോള് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തിനാണ് നമ്മളിവിടെ ഒരു ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫ്രീക്വൻസി അങ്ങോട്ട് സിഗ്നൽ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ എന്ത് ചെയ്യാൻ പാടില്ല, ഫ്രീക്വൻസി ഹാൻഡ് ഓഫ് നടക്കാനായിട്ട് പാടില്ല. വൈ, മേ ബി ഈ യൂസർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ട്രാവൽ നിർത്തുവാന്ന് വെച്ചോ, എനിക്ക് ഫ്രീക്വൻസി ഹാൻഡ് ഓഫിൻ്റെ കാര്യമില്ല. സോ ഫ്രീക്വൻസി ഹാൻഡ് ഓഫ് നടക്കുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാനും പാടില്ല, സ്റ്റിൽ എന്ത് ചെയ്യാനും പാടില്ല, കോള് ടെർമിനേറ്റ് ആവാനും പാടില്ല. സോ സിഗ്നൽ സ്ട്രെങ്ത് ഒത്തിരി കുറയാനും പാടില്ല, എന്നാൽ ഒരു ഹൈ സ്ട്രെങ്ത്തിൽ വെച്ച് എന്ത് ചെയ്യാനും പാടില്ല, ഫ്രീക്വൻസി ഹാൻഡ് ഓഫ് നടക്കാനും പാടില്ല. ഓക്കെ, അപ്പോൾ അത് ഒരു പിക്ചർ വൈസ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നതാണ് ഇവിടെ. സോ ഇവിടെ അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്, ഹാൻഡ് ഓഫ് ഷുഡ് ബി പെർഫോംഡ് സക്സസ്ഫുള്ളായിട്ട് ഹാൻഡ് ഓഫ് നടക്കണം, എന്നാൽ ഫ്രീക്വൻ്റ് ആയിട്ട് അതിന് എന്ത് ചെയ്യാൻ പാടില്ല, നടക്കാൻ പാടില്ല. ഓക്കെ, ഇൻഫ്രീക്വൻ്റ് ആയിട്ട് മാത്രമേ നടക്കാൻ പാടില്ല, എപ്പോഴും ഹാൻഡ് ഓഫ് നടക്കാൻ പാടില്ല. പക്ഷേ യൂസറിന് എന്താവാനും പാടില്ല, അതൊരു ഡിസ്റ്റർബൻസ് ആവാനും പാടില്ല. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ റിക്വയർമെൻറ്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഒപ്റ്റിമൽ സിഗ്നൽ ലെവൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്, ഒരു ത്രെഷോൾഡ് ലെവൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, സോ ഈ ഡെൽറ്റ എന്ന് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ഹാൻഡ് ഓഫ് ത്രെഷോൾഡിനെയാണ്. ഹാൻഡ് ഓഫ് ത്രെഷോൾഡ് എന്ന് പറയുന്ന മിനിമം അക്സെപ്റ്റബിൾ സിഗ്നൽ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ദ കോള് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം വാല്യൂവിനെയാണ് ഞാൻ ത്രെഷോൾഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ത്രെഷോൾഡ് ഒത്തിരിയും ചെറുതാണെങ്കിൽ, ടു സ്മോൾ ആണെങ്കിൽ എന്ത് ചെയ്യും, ഹാൻഡ് ഓഫ് നടക്കാനായിട്ട് എനിക്ക് ടൈം കിട്ടത്തില്ല, അല്ലെങ്കിൽ എന്താവും, കോള് കട്ടാവും.
എന്നാൽ ത്രെഷോൾഡ് ലെവൽ ഒത്തിരി വലുതാണെങ്കിൽ എന്ത് ചെയ്യും, ഒത്തിരി ടൂ മെനി ഹാൻഡ് ഓഫ്സ് നടക്കും. അത് MSCക്ക് എന്താണ് ഡിഫിക്കൽട്ടാണ്. കാരണം എപ്പോഴും എന്ത് ചെയ്യണം, ഈ ബേസ് സ്റ്റേഷൻ്റെ സിഗ്നൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യണം, ഹാൻഡ് ഓഫ് വേണം എന്ന് പറഞ്ഞിട്ട്. സോ ഇറ്റ് ഷുഡ് ബി ആൻ ഒപ്റ്റിമം വാല്യൂ.